ഹായ് ഓൾ, വെൽക്കം. അപ്പോൾ ഇത് നമ്മൾ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഇത് എത്രത്തോളം ഉണ്ടാവും അറിയില്ല. നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, രാവിലത്തെ നല്ല ചാമ്പയ്ക്കൊക്കെ ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. ഇന്നലെയൊക്കെ വെയിലായിരുന്നു, പക്ഷെ ഇന്ന് ഒരു മൊത്തത്തിൽ മഴക്കാറ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. എല്ലാവരും എല്ലാവരും നീച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അർജൻറ്റീനയുടെ കളിയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബഫറ്റാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ എന്തോ പറയാനാണ് ഇപ്പോൾ വന്നത് മെയിൻലി. വേറെ ഒന്നുമല്ല, നമ്മൾ നിങ്ങളോട് സർപ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് വേറെ ഒന്നുമല്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ 2 ഡേ സ്റ്റേക്കേഷൻ തന്നെ ഞങ്ങൾ അധികം അങ്ങനെ എടുക്കാറില്ല. എടുത്താൽ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടിയിലാണ് നിൽക്കുക 2 ദിവസമായിട്ട്. പക്ഷെ അധികം എടുക്കൽ 90% എടുക്കൽ ഒരു ദിവസം ചെക്കിൻ ചെയ്യും, നെക്സ്റ്റ് ഡേ ചെക്കൗട്ട് ചെയ്യും. ഇങ്ങനത്തെ ആയിരിക്കും പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് മെയിൻലി അന്ന് പോയി ചെക്കിൻ ചെയ്താൽ അപ്പം തന്നെ നമ്മൾ ഉച്ച 2 മണിക്കല്ല ചെക്കിനൊക്കെ വരിക. വൈകുന്നേരമായി, രാത്രിയായി, പിറ്റേന്ന് പുലർച്ചെ രാവിലെ ആകുമ്പോഴായിരിക്കും നമുക്ക് ഒരു അവിടെ ആ സ്ഥലത്തോടെ നമ്മൾ ലയിച്ച് ചേരുക അല്ലേ. അപ്പോൾ ഇതിനും ചെക്കൗട്ടിന് സമയമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ തിരിച്ചു പോരാനുള്ള ഒരു ഇതും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു 1 ഡേ വേണ്ട 2 ഡേ ആക്കണം എന്നുള്ളത്. പക്ഷെ അതൊന്നും വ്യത്യസ്തമായിട്ട് ഈ 2 ഡേ 2 ദിവസം 2 പ്രോപ്പർട്ടിയിൽ എടുത്തത് അത് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ച സംഭവമാണ്. പക്ഷെ ഭയങ്കര രസമായിട്ടോ, ഫണ്ണായി. നമുക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഒരേ വെക്കേഷൻ മൂഡിൽ നമുക്ക് 2 സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അല്ലേ. പിന്നെ നമുക്ക് വേറെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഈ പ്രോപ്പർട്ടി നമുക്ക് ധൈര്യത്തോടെ ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ഫാമിലി ആയിട്ട് വരാനും ഫ്രണ്ട്സായിട്ട് വരാനൊക്കെ. കാരണം പക്ക പീസ്ഫുൾ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മളെ റൂം എടുത്താൽ വേറെ ആളുകൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ല വലിയ പ്രോപ്പർട്ടി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളെ ബാധിക്കുകയല്ല. കാരണം അത് പലതും പല ഏരിയയിലാണ് പല കോട്ടേജും കാര്യങ്ങളും വരുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ ഗാർഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ കൊടുക്കും കേട്ടോ. ഇത് നിങ്ങൾ താല്പര്യമുള്ളവർ, വരാൻ പ്ലാനുള്ളവർ, ഇടുക്കി സൈഡിലോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ വന്നോളൂ കേട്ടോ, പറയണം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ വരും. എത്ര സ്കോർ ശുക്കൂറ? 2-0. മെസ്സി ഇല്ലാതെ ഗോൾ അടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന മെസ്സി ഇറങ്ങിയില്ല. ടീം ഏതാണ്? ജോർദാനോ? സീസണൽ അർജന്റീന ഫാൻ ആട്ടോ ഗൈസ്. സീസണല്ലോ അർജന്റീന. ഞങ്ങളുടെ ടീമത്തെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് നിൽക്കണ ക്യാപ്റ്റൻ അമേരിക്കയാണ്. പിടിച്ചിരുന്നോ കേട്ടോ? ഓക്കെ, പിടിച്ചിരുന്നോ? മതിയോ? ഒന്നിനും ധൈര്യമില്ലാത്ത കുറെ സാധനങ്ങൾ അതൊക്കെ. ഇവിടെ വേറെ സാധനം ഉണ്ട്, ഇത് വേറൊരു ചാമ്പയ്ക്ക കേട്ടോ, വേറെ തരം ചാമ്പയ്ക്കാണ് കണ്ടോ. ഇവിടെ പലതരം വൃക്ഷലതാദികൾ. ഇതിൽ ആമ്പലുണ്ട് കേട്ടോ. കുറെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നിരുന്നു. പോണ്ട് ഒരാൾ പോകാൻ സുഖല്ലേ, അത് കൺഫ്യൂഷനാണ്. ഇതൊക്കെ പോയപ്പോ തന്തി മോനും പോണതാ. എങ്ങനാ? എന്ത് മുതലുണ്ട്? പിന്നെ ജോസ് പ്രകാശ് വളർത്തുന്ന മുതലുണ്ട് ഇതില്. അപ്പൊ അപ്പനോട് ഈ മുതലല്ലാണേ, അത് മുതലില്ലോലിക്കാൻ മുതലുണ്ടാക്കുക. അപ്പച്ചിനോട് മുതലിന് വാങ്ങാൻ പറഞ്ഞോളി കേട്ടോ.
ഓക്കെ വെറുതെ ആ മീനൊന്നും ഡിമാൻഡില്ല അപ്പോൾ പോയി പോയി പൊന്നാമ്പൽ എന്താണ് ഈ കിളിയില്ലേ ഈ കിളിയുടെ കൂട് ഈ ചെടീൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ചില്ലകളായിട്ട് കൊണ്ടുവരികയാണ് നീ ശ്രദ്ധിച്ചു വേണ്ടിയിട്ട് അത് അപ്പം കാട്ടിക്ക് പോയില്ലേ ഞാൻ അവിടുന്ന് ചെറിയ ചെറിയ ചില്ലകൾ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂട് അപ്പോൾ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് കാണൂല അത് അത്രക്ക് സീക്രട്ട് ഏരിയയിലാണ് കൂട് വരുന്നത് ഹായ് ഞാൻ കയറിട്ടെ കാക്കെങ്കിൽ അല്ല അടിപൊളി ആക്ടിവിറ്റി കേട്ടോ ഇവിടെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ ഈ ഒരു പോണ്ട് അത്യാവശ്യം ആഴമുണ്ട് ഇതിനല്ല ചെറിയ കാക്കിംഗ് ഒന്നുമല്ല അത്യാവശ്യം ഒരു രണ്ടാൾക്ക് അടിപൊളി 2-3 ഇരിക്കുക ഒരു ഫാമിലിയൊക്കെ ആയാൽ ഐ മീൻ 2 കുട്ടികളും 2 പാരൻസ് പോലൊക്കെ സുഖമായിട്ട് ഇരുന്ന് തുഴയാൻ പറ്റുന്ന ഇതാണ് ഓക്കെ ഞാൻ എന്താ വെച്ചാൽ തുഴയുമ്പോൾ എന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല ഓക്കെ ഇനി പിന്നെ പൊണ്ടാട്ടി വന്ന് ഓളെ കൊണ്ടൊന്ന് പോകേണ്ടി വരും അല്ലെങ്കിൽ പ്രശ്നമായി കയറാം സീൻ വ്യൂ ആട്ടോ നമ്മളെ തുഴക്കാരൻ്റെ തുഴ ഓക്കെ അർജന്റീന 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 ഓടിച്ചോ അപ്പോൾ മാമ ബലു ഒരു ഗോൾ വാങ്ങിട്ടോ നമ്മളൊന്ന് വാങ്ങി അർജന്റീന ഒന്ന് വാങ്ങിപ്പോ ആദ്യമായിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഫുഡ് കഴിക്കട്ടെ ബോഫറ്റ് കാണിച്ചു തരാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കാണിച്ചു തരാം എന്തൊക്കെയാണ് ഐറ്റംസ് പറയും ബ്രെഡും ജാമുമാണ് ഓക്കെ അടുത്ത കറി ഓക്കെ ക്യുട്ട് അതൊക്കെ അറിയാമല്ലോ ഓക്കെ ദോശ ഇഡ്ഡലി ഉണ്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കോൺഫ്ലെക്സ് ഉണ്ട് ആൻഡ് ടീ ഉണ്ട് മാമ എന്താ എടുത്തേ എല്ലാം എടുത്തില്ല എന്താ മെച്ചം എല്ലാം ഉണ്ട് ഈശ്വര രസം ഉണ്ടോ കോൺഫ്ലെക്സ് സൂപ്പർ ആ ഇതുണ്ട് കേട്ടോ ഓംലെറ്റും ഉണ്ട് ഞാൻ നമ്മളെ കേട്ടോ ഇവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള ഞാൻ ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രം എടുത്തോളൂ ഗൈസ് ഹെൽത്തിയാണ് പിന്നെ 2 ഇഡ്ഡലി ഒരു ദോശ പിന്നെ കോൺഫ്ലെക്സ് എടുക്കണം കുറച്ച് ഇഡ്ഡലി കയറ്റുന്നുണ്ടാവും പെരുങ്ങേറ്റല് ഇതൊന്നും കൊണ്ടുവരും ഓംലെറ്റ് ഇത് പ്രോട്ടീനാണ് നല്ലതാട്ടെ ഗൈസ് അപ്പോൾ ഇത് കഴിക്കട്ടോ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം ദീപസ്തംഭം വിശ്വന്റെ പേരും പറഞ്ഞു ചോദിച്ചു ഇനി വിശന്നാലും എഴുതിയിട്ട് റൂമിൽ കൊണ്ടുപോകട്ടോ ഗൈസ് ഭർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നു ജർമ്മനി പറയുമ്പോ ജർമ്മനിന്റെ കളിയില്ല റൗണ്ട് 32 അല്ലേ ബ്രസീലിന്റെ അപ്പൊ തിരി തോറ്റാലോ ഉറപ്പോ പോയിന്റ് കൂടുതലല്ലേ പോയിന്റ് നോക്കണ് റൗണ്ട് 32 സിംഗിൾ കളിയല്ലേ ഉള്ളൂ തോറ്റാ പോയി അജോ അജോ റൗണ്ട് 32 പോയിന്റ് നോക്കൂലല്ലോ അപ്പൊ നിങ്ങള് ആദ്യന്റെ അടുത്ത് കാക്ക് പാണ്ടിപ്പാടിയിലെ കുതിര പോല എന്നായിരിക്കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങണ് ഏത് നേരം മാമന് ഡ്രൈവ് മാമന് കുട്ടികളെ നോക്കിയാൽ മതിയാനി ശുക്ർ തുഴഞ്ഞാൽ മതിയാനി തിരി മാമ ഒരു തോഴ മതിയടാ ഒരു തോഴ ഉള്ളിക്ക് വെച്ചോ മാമന് സ്വന്തം കുട്ടികൾ ഇറങ്ങിയപ്പോൾ ധൈര്യം വന്നു കാണും
ഇതെന്താ മൃഗം? ഡിനോസറോ? ഞങ്ങളൊരു കളിയും കൂടി കളിച്ചോട്ടെ, ക്രിക്കറ്റ്. അതാ ഞങ്ങൾ ചെക്കൗട്ട് ടൈമായി, ഡ്രസ്സ് മാറ്റണം, പോവണം. അവർ മങ്കൂസ് ഓക്കെ. ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം. ഇവിടുന്ന് പോകാൻ തോന്നില്ല, സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അജാതി റിസോർട്ടാണ്. ഇത് പൈസക്കാരൻ്റെ മകളാട്ടോ, വലിയ മകള്. ചെക്കന്മാരനീ പറഞ്ഞോളി, പൈസക്കാരൻ മാത്രമേ സ്വീകരിക്കുള്ളൂ. എൻ്റെ പെണ്ണുങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടോ ഇന്നത്തെ ഡ്രസ്സിൽ. ബട്ടടാത്ത കൊടുക്കൊന്നുമില്ലേ? ഓരോ പരിഷ്കാരങ്ങള്. ഇഞ്ച് പട്ടിമാണ് ഇരിക്കണേ. അത്ര ഫ്ലോപ്പാണ് ഈ സാധനം. ഡൈനോസർ ആണോ ക്രൊക്കോഡൈലാണെന്ന് പറയണം കേട്ടോ, കമന്റ് അടിക്കണേ. ഞാൻ പറയുന്നത് ക്രൊക്കോഡൈലാണ്. ഞാനും കണ്ടോ ക്രൊക്കോഡൈല്, ഞാൻ ഇസും ക്രൊക്കോഡൈലാണ്. പക്ഷെ ഇത് പറയുന്നത് ഡൈനോസർ ആണ്. ഓക്കെ, ക്രൊക്കോഡൈൽ മുതല. എവിടെ നിന്നാലും കാണാനാവോ പച്ചപ്പിന്റെ ഇടയിൽ. ഇത് ഫ്ലൂറസെന്റാ? ഹസാർഡ് കേസ്. ബെന്നായിരിക്കും കായ മതിയാണ്, പൈസ ഉണ്ടായാൽ മതിയാണ്. ഫിറ്റ്സൊക്കെ വ്ളോഗിലിടുക. നമ്മളെല്ലാരും ഇതാട്ടോ മുതലിന്റെ ഉപ്പായാട്ടോ. ഞാൻ ഇസു മാമന് ഒക്കെ മുതലക്കാര്. ഇസുവിന്റെ അടുത്ത പോസാട്ടോ ഗൈസ്. കണ്ടോ മെൻ ഇൻ ബ്ലാക്ക്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആൾവേസ്. എവിടെ നാലും ഫ്രെയിമാണ്, ചെടിമാറവിലൊക്കെ നിൽക്കണത് പഴയ 38 വൈബാണ്. ശുക്കൂറിനെ ഇവിടുന്നും കാണും. എവിടെ വെക്കണേ? ഫാമിലി കേട്ടോ. അടക്ക് നമ്മള് ഫോട്ടോ തുറക്കട്ടോ. അത് നമ്മള് ബ്ലാക്ക്, ഇത് ബ്ലാക്ക് അല്ലേ? ഉണ്ടാക്കരുത് കേട്ടോ, യാരോ ഉറങ്ങാണ്. ഞങ്ങളുടെ ടീമിലെ റിച്ച് കപ്പിൾസ് കേട്ടോ, റിച്ച് ഫാമിലി. അപ്പൊ നമ്മളെ 2 ദിവസത്തെ പ്ലാന് അതോടി വൈൽഡപ്പോ വൈൽഡപ്പോ ഇല്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ടേ വ്ളോഗ് കഴിഞ്ഞിട്ടില്ലേ, വ്ളോഗ് തുടങ്ങിയിട്ടുള്ളൂ ഇന്നത്തെ. ആ തന്നെ അല്ല ചുക്കൂറ സെറ്റല്ല. ഫോട്ടോ ഒക്കെ എടുത്തിക്കണേ. നിങ്ങളൊക്കെ ഇട്ടോടെ കിളവന്മാരിക്കണേ, കുട്ടീനെ ഉറക്കിയിട്ട് ഫോട്ടോ എടുക്കണ കപ്പിൾസ്. കൂളിംഗ് ഗ്ലാസ് വരെ വാടക എടുത്തു. ഫോട്ടോസ് കിട്ടും. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഷാഹിദിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വാങ്ങി, ഇപ്പൊ കൊടുക്കും.
ഇപ്പൊ കണ്ടോ കുറ്റിയിൽ ജനിച്ചാണെന്ന്. അതൊക്കെ ട്രെൻഡാല്ലേ ഗൈസിന് അറിയാം. പോല ചെക്കൗട്ട് അല്ലേ ലേഡീസ് എല്ലാരും ഒരു ഫോട്ടോ എടുക്കാം. ലേഡീസ് എല്ലാരും നമുക്ക് അത് നമുക്ക് കാർ അവിടെ നിന്ന് സീറ്റ് എടുക്കാം. എൻട്രിന്റെ അവിടെ ലേഡീസ് ഒന്ന് വിളിയും. അങ്ങോട്ട് നോളി അറക്കത്തേക്ക് ഇവിടെ ഇവിടെ തന്നെ ഇങ്ങനെ അല്ലേ എവിടെ വെക്കണേ ഇങ്ങോട്ടോ എടുത്തോടാ എൻ്റെ ഫോണിൽ. അയക്ക് ഇത് ഫുള്ള് വാക്കാണ്. ഇതുവാ ഇങ്ങനെ പൊന്തിച്ചാണ്ട് ഇങ്ങനെ ഉമ്മക്കുച്ച് എന്നാ എന്റെ അപ്കമിങ് ബേബിക്ക് ഉമ്മ കൊടുക്കാഞ്ഞേ. എങ്ങനെ പൊന്തിക്കണ്ടേ? കൈ ഇങ്ങനെ പൊന്തിച്ചാണ്ടോ? അതെനിക്ക് വേണ്ടി ഇജ് റൊണാൾഡോന്റെ ഇതിട്ടാ സ്യൂട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഒന്നൂടെ റെഡി 1 2 3 ഞാൻ അടുത്ത മെസ്സിന്റെ ഉണ്ടോ സെലിബ്രേഷന്? അങ്ങനെയാണ്. ഒന്നൂടെ വില കൂടിയ ബാഗാട്ടോ. ബേബി ടു ബി ആട്ടോ ഗൈസ്. ഇതിന് കുറച്ച് ഗ്യാപ്പ് കൊടുക്കും, കുറച്ച് മുന്നിക്കും അങ്ങോട്ട്, കുറച്ച് ഫ്രണ്ടിക്ക്. ഓക്കെ. ഇത് നേരെ ഇങ്ങനെ തല നേരാക്കി കൊടുക്കാൻ മതി. തല പൊന്തിച്ച് നമ്മളെ വണ്ടി എടുത്തിട്ടോ. പോരാ ഞങ്ങളൊരു നല്ല എടുത്തു എത്ര ഫോട്ടോ എടുത്ത് വണ്ടി ഇവിടെ നിന്ന് സൈഡാക്കി. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ച സ്ഥലത്തൊന്ന് പാർക്ക് ചെയ്തിരിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ, എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ. അങ്ങോട്ട് ഫ്രെയിം സെറ്റല്ലേ? ഡ്രൈവർ സ്പിൽബർഗ് ഉണ്ട് കേട്ടോ. സ്പിൽബർഗ് ഇറങ്ങി ഡ്രൈവർ. ഈ കൊണ്ടാട്ടിയൊക്കെ അവിടെ എന്തിനാ അറിയാം നിങ്ങൾക്ക്? മുത്രിക്കാൻ പോയതൊന്നല്ല, പോസ് ചെയ്യണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. ഇതൊന്നും കിട്ടില്ല, എന്താ രസമല്ലേ? സോ ബ്യൂട്ടിഫുൾ. ഇതിലാണ് പന്ത് ശുക്കൂർ അടിച്ച് കളഞ്ഞ്. എന്നിട്ട് ഞാൻ ഇറങ്ങിയെടുത്തു. യേശോ കമോൺ ജാം കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കാൻ പരിപാടി. ഷായദാ പ്ലാൻ ഇടാം. അങ്ങനെ ഫാമിലി ഫോട്ടോ. ലൈക്ക് അതാ ഇതല്ലേ രസമുണ്ടോ? ബാക്ക് നോക്ക്. കാറിന്റെ മുമ്പിൽ കേൾക്കണേ. ടോക്കിയോ ഡ്രസ്റ്റ് എടുക്കണേ. ലൈക്കിന്റെ അവിടെ അങ്ങനെ ഊട്ടിയോ ഇത് കപ്പിളോ? മാരുതിന്റെ വണ്ടിയല്ലേ രണ്ടെണ്ണം? ഒന്നുമില്ല. അതിന്റെ മുമ്പിലൊക്കെ രണ്ട് ഫോട്ടോ എടുക്കാറുണ്ട്. എത്ര ഏക്കർ ഉണ്ട് മാമ മൊത്തം നോക്കിയിട്ട്? 100 ഏക്കർ. ഇങ്ങനെ പ്രോപ്പർട്ടി കയ്യിലാണല്ലേ സ്വന്തമായിട്ട്? അങ്ങനെ ഇതുണ്ടാമോ? സ്വാഭാവികം. നല്ല ക്ലൈമറ്റ് അവിടെ. നിങ്ങൾ ഈ ചെക്കൗട്ട് ചെയ്യാൻ സമയത്ത് അടിപൊളി ക്ലൈമറ്റ് അവിടെ. പറയണ്ടായിരുന്നു. ഒന്നുമില്ല, പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല.
നമ്മളെന്തെങ്കിലും അടിച്ചു പൊട്ടിച്ചോണോ? ഇജെന്ത് കൂട്ടി നിൽക്കണോ? തലക്കിണിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. മാമൻ തലക്കിണ്ട് നിങ്ങളിതില് പെരേത്ത കുറി കെറ്റിലില്ല എന്നൊക്കെ പറഞ്ഞു. അല്ലേ മറ്റേ മറ്റേ നാളെ മൂന്നാറ് പ്രോപ്പർട്ടി പോയിക്കാണ്ട് ആ കുട്ടികൾ പൊട്ടിച്ചോട്ടെ പറഞ്ഞേ. ആമോ അത് നമുക്ക് പോവാ അല്ലെ? അടുത്ത നമ്മള് ഡാറ്റ് ബി ഫുൾ ടീമുണ്ട്. അല്ലല്ല ഞങ്ങളെ ഫുൾ ടർഫിന്റെ ഫുൾ ടീമാണ് പോണത്. 22 ആള് ഒരു വലിയ ട്രാവലർ വിളിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകണം. അടുത്ത ബാച്ചിലേഴ്സ് ടർഫ് ബാച്ചിലർ പോയി കണ്ട് കുറഞ്ഞ 2 ദിവസം ഫുൾ ട്രിപ്പാ. അത് പറഞ്ഞിട്ടില്ലേ മുന്നി പ്രസവിച്ചോ അന്ന് ഞാൻ ഇറങ്ങുന്ന പറഞ്ഞേ. ഇതല്ലേ പറഞ്ഞത്? മുന്നേ വണ്ടൂരിക്കുള്ളല്ലോ. വണ്ടൂരിക്കണം ഓള് വണ്ടൂരിക്കണം. ടിപ്പിക്കൽ ആ വോയിസ് ഇവിടുന്നാണ്. സംസാരിക്കോ? ആ വന്നോ? മുബി ഏതാ അറിയോ? ഞാൻ 2 എണ്ണം പറ്റിയ എക്സ്പീരിയൻസിൽ ഞാൻ നമ്മൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി റിട്ടേൺ പോവാണ്. ഓക്കെ, നല്ല മഴ കേട്ടോ. മഴ അങ്ങനെ തുടങ്ങി. നല്ല കോടയും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. മൊത്തത്തിൽ ഇന്ന് മഴ ദിവസമാണ്, മഴ മുന്നറിയിപ്പുള്ളൊക്കെ ദിവസമാണ്. ഇനി ഇങ്ങനെ പോയി എറണാകുളത്തേക്ക് എത്തുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് വന്ന വഴിക്കല്ല പോണത്. ഞങ്ങൾ ഇനി അടിമാലി ആ വഴിക്ക് തന്നെയാണ് പോവുക കേട്ടോ. ഓക്കെ, നമ്മൾ മറ്റേ വണ്ടി മുന്നിലുണ്ട്. ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഓരോരുത്തർ എന്തോ കാത്തൊക്കെയുണ്ട് വണ്ടികൾക്കായിരിക്കും. പക്ഷെ പോണ വഴിയല്ല രസം കേട്ടോ. ഫുള്ള് 2 സൈഡിലും ചെമ്പരത്തിൻ്റെ ഇതുകൊണ്ടാണ് ബസ്സൊക്കെ വരുന്നുണ്ട് ഈ റൂട്ടിന്. ചെമ്പരത്തിൻ്റെ ഇതുകൊണ്ടാണ് വേലി വെച്ചിരിക്കുന്നത് 2 സൈഡ്. നല്ല ഭംഗിയുണ്ട്. 2 സൈഡിലും ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മളടുത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ടൈം ഇപ്പോൾ ഏകദേശം 1 മണി ആവാനായിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് മിക്കവാറും അടിമാലിയിൽ നിന്നായിരിക്കും. നല്ല ഹോട്ടലിൽ ഇനി ഇപ്പോൾ അവിടെ ആയിരിക്കും കിട്ടുക. വണ്ടിയിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും സൈലൻ്റ് ആണ് കേട്ടോ. തിരിച്ചു പോകല്ലേ, മൂഡ് ഓഫ്. ചോദിച്ചോ, ഇതിനൊക്കെ ഒരു പണിയില്ല വരെ പോയിട്ട്. എന്നാലും സങ്കടമാണ് പിന്നെ പണിക്ക്. കുട്ടികളൊക്കെ സൈഡായി. ചെറിയ വിഷമുണ്ട്. മാമനൊക്കെ സന്തോഷിക്കാം. 6 രൂപ കൗണ്ടറിലെത്തും പൈസ പിരിച്ചാണ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്ഥലത്തേക്ക് എത്തിട്ടോ. അടിമാലിയിൽ ഫുഡ് കഴിക്കാൻ നടത്തിക്കണേ. മറ്റേ ഇതിൻ്റെ പേരെന്തേനും ഫാം യാർഡോ അങ്ങനെ എന്താണ്? നമ്മൾ മുന്നേ വന്നിട്ടുള്ളതാണ്. എന്താ ഓർഡർ ചെയ്യണേ? ബിരിയാണി. ഏത് ബിരിയാണി? ആസ് പെർ സൈസ് ഓഫ് ഫിഷ്. ഒരു മകനെ നോക്കണേ. അത്ഭുതം തോന്നി. പപ്പട കഞ്ഞി കൊടുക്കാം. അങ്ങനത്തെ മീൽസ് കേട്ടോ. ബീട്രൂട്ട്, ശരി, മറ്റേ കൂട്ടാൻ രസം, മീൻകറി, വേറെ കൂട്ടാൻ മോര് കറി, പായസം, പപ്പടം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യണ ശുക്കൂറിന്റെ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. 2 പീസ് ഉണ്ടല്ലേ? എഗ്ഗോ അത് 65 അല്ലേ?
കേട്ടോ. ഓക്കെ മതി 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 താങ്ക് യു. ഇതാണ് ബീഫ് കേട്ടോ. ബീഫ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഗൈസ്. ഇവിടെ മഴയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ. 2 വണ്ടി ഉണ്ട് ഇവിടെ. മഴയാണ്, ഭയങ്കര മഴ. റെസ്റ്റോറൻറ്റ് തന്നെ അത് യെല്ലോ ലൈറ്റിങ് ടർപ്പായിൻ്റെ കാരണല്ലേ, മുകളിൽ ടർപ്പായി ഉണ്ട്. ഇതോ അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. മറ്റേ വണ്ടി തിരുക്കലെടുത്തി ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി. ഇതേടാ ദീപ് എടുക്കുക. ഒരു ചാടിക്കാൻ നിർത്തി കേട്ടോ. ഇവിടെ നമുക്ക് പുള്ളിയാണ്ട് സ്ത്രീകൾക്ക് പ്രൈവറ്റിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമല്ലോ. പറയാം എന്തൊക്കെയല്ലേ സവളവട അല്ല മറ്റേ സാധനമല്ല, മറ്റേ ഇതാണതല്ല. അയ്യോ ഞങ്ങൾ പമ്പ എടുത്തിച്ചാണ്ട് പോയില്ലേ. ഞാനും ഒന്നും വേണ്ടിയിരിക്കാൻ ബോയ്സിൽ ആണുങ്ങളേക്ക് ജെൻസിൽ നല്ല വൃത്തിൻ്റെ ഞാൻ പോയത് ആണുങ്ങൾക്ക്. ഇതിന് ആണുങ്ങളുടെ നല്ല വൃത്തിൻ്റെ അതിനുള്ളിൽ. ഞാൻ അന്നെ കുറേ കാത്തു ഞങ്ങളവിടെ. ഈശ്വനെ വിളിച്ചില്ല. വരുമ്പോരെത്തി ബനി പറഞ്ഞേക്കാട്ടോ. ബനി മറ്റേ ഞാൻ മാത്രമായിട്ടോ അങ്ങനെ വിട്ടാലോ. ഇതാ ചുക്കൂറുണ്ട് അതില് കുറച്ച് ആഴ്ചകളാക്കാൻ പോയി കയറാം. ചുക്കൂർ എങ്ങനെ ഒരു കാലടി കൂടി ഉണ്ട്. ആ റോഡിന് ബാക്ക് ഇറങ്ങിയിട്ട് നേരെ പോയിക്കോളാം. അങ്കമാലിക്കത്തൂലേ? ഓക്കെ. ജപ്പള വരിക ജിപ്പോൾ സ്റ്റേ വാ. ഞങ്ങൾ വല്ല പോണ്ടാവുള്ളൂ. ഇത് എത്തിച്ചു വാ. ഹൈവേ കൂടെ പോണോ? കൂടെ എങ്ങനെ പോവാ? മറ്റേ മാത്രം ദൂരം കൂടിയിട്ടൊന്നുമില്ല. പിന്നെ മറ്റേ ബ്ലോക്ക് നമ്മൾ കട്ട് ചെയ്യല്ലേ. ചുക്കൂറിന് വരാ റൂട്ട്? ചുക്കൂർ പോണ റൂട്ടാ. നല്ല റൂട്ടാ? നല്ല റൂട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഹൈവേ കയറുന്ന വരെ കുറച്ച് ഹൈവേ എവിടുന്ന് കയറിയാ? കൊടുങ്ങല്ലൂരിന്നോ? കൊടുങ്ങല്ലൂർ വരെ ഇതുവരെ, അതായത് നമ്മൾ ഇവിടുന്ന് ഇതുവരെ സാധാരണ റൂട്ട്. ഇവിടെ ഹൈവേ കയറാ അല്ലേ? എന്നാ അങ്ങനെ പോവാ. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. തീരദേശ ഹൈവേ ബീച്ചൊക്കെ കാണാം. പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ആ പൊന്നാനി വഴി കയറിയ ബീച്ചൊക്കെ കാണാം. ഇറങ്ങി പോകണം എന്നുള്ള എക്സിറ്റ് കൂടെ. മാമനോട് ചോദിച്ചോളോ. എടാ ഇവനെ പറഞ്ഞേക്കാട്ടോ. ഓക്കെ ബൈ 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 ബൈ. നാട്ടിൽ വെച്ച് കാണാം. ഞാൻ അല്ലാതെ നാച്ചുറൽ അതൊക്കെ ഉണ്ടോ? ഇല്ലല്ല വിട്ടോ വിട്ടോ. ആ ഇത് പോയിട്ടോ. ചുക്കൂറിൻ്റെ വണ്ടി പറയുന്നുണ്ട് കേട്ടോ. വായിക്കുന്ന വണ്ടി ഞങ്ങൾ കൊടുങ്ങല്ലൂർ വഴി നാട് പിടിക്കുകയാണ്. വണ്ടി വഴി ഞങ്ങളെ ഹോം ലാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ എത്തി. അങ്ങനെ ഒരുപാട് നേരത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അതൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. KFC ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. പെരിന്തൽമണ്ണ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ ഞങ്ങൾ പെരിന്തൽമണ്ണ ബ്രദേഴ്സിലെത്തി കേട്ടോ. സമയം 10:15 ആയി. ഫുഡ് അടിക്കാൻ നേരെ വീട്ടിലേക്ക്. ബ്രദേഴ്സ് അല്ല ബ്രോസ്റ്റാണ്. പെരിന്തൽമണ്ണ ബ്രദേഴ്സ് ബ്രോസ്റ്റ്. ആ ദൂത് എത്തിയില്ല.
എന്താ മധൂത് അങ്ങോട്ട് അങ്ങോട്ട് ചിക്കർ കൺഫ്യൂഷനാ ബ്രോസ്റ്റ് ഓർ മധൂത് അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് തിന്നണ്ടേ മോദോണ്ട് എത്ര രസമുണ്ടോ ബ്രോസ്റ്റോണൊന്നും കമ്പയർ ചെയ്യാൻ എല്ലാവരും വെറൈറ്റി ഫുഡല്ലേ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ ഗൈസ് ഫുഡ് കഴിച്ചു കേട്ടോ ബ്രദേഴ്സ് ഇന്ന് ഫുഡ് കഴിച്ചു ഷുമ അടുത്ത ട്രിപ്പ് കേട്ടോ ഞങ്ങൾക്ക് ഇനി പണിയില്ലല്ലോ നാളെ വരെ പോയി ഉറങ്ങിക്കൂടെ അതൊക്കെ ഒരു സുഖം അലക്കിക്ക് പോയി ഉറങ്ങാലോ ലൈഫ് ടീംസ് എത്തിട്ടോ ഏയ് ഐസ്ക്രീം കിട്ടിയോ നമുക്കൊന്നുമില്ല ആ നമുക്കൊന്നുമില്ല ഐസ്ക്രീം നമുക്കൊന്നും വാങ്ങി തന്നില്ല കഴിഞ്ഞോ മൈൻഡ് ഓഫ് ചെയ്തോ അതിനപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്തോളാം ഞാൻ ടെൻഷൻ അടിക്കണ്ട ഞാൻ ടെൻഷൻ അടിക്കൊന്നുമില്ല അപ്പോൾ ഇതോ സി യു അടുത്ത ട്രിപ്പിന് കാണാം കേട്ടോ ഓക്കെ ആ ഓക്കെ നാളെ സ്കൂൾക്ക് പോകേണ്ട കുട്ടികളാണ് ഗൈഡൻസ് നാളെ പോണ്ടേ ബാനർ ഉണ്ടാക്കണ്ട ഇശുവോ ഞങ്ങൾ കൊട്ടാരത്തേക്ക് എത്തിട്ടോ എവിടെ ഞങ്ങൾ തുടങ്ങിയോ അവിടെ ഞങ്ങൾ എത്തി ലാസ്റ്റ് ഡിക്ക് പൊന്തിക്ക ഡിക്ക് തുറന്നാലോ മാമൻ പോയിട്ടോ കാണാം ബൈ അപ്പോൾ എല്ലാവരും ഇറങ്ങി ട്രിപ്പ് കഴിഞ്ഞു നമ്മളെ 2 ദിവസത്തെ സ്റ്റേക്കേഷന് കംപ്ലീറ്റ് ആക്കിയാണ് പിന്നെ ഇനി നമ്മൾ ഇതുപോലത്തെ ട്രിപ്പ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വ്ളോഗ് കാര്യങ്ങൾ വരും രസകരമായിട്ടുള്ള വ്ളോഗുകൾ നമ്മൾ ഇനിയും ഇതിൽ വരും ഓക്കെ അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലും രസകരമായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺ താങ്ക് യു ബൈ 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 ബൈ